അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ രണ്ടാമെന്നാണ്. അപ്പം ഇതുവരെയും ചെയ്യാത്ത പുറത്ത് കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി, കണ്ടവർക്കും തോന്നി. അജു എന്ന് പറയുന്ന റോളാണ്, ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ കുറച്ച് നെർവസാണ്, അതുകൊണ്ടാണ്. ഞാൻ റോഷൻ ഷാനാസ്. അപ്പം ഞാനിതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു ശാന്തൻ എന്നാണ്. അപ്പോൾ ഞാൻ നർവസാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രണ്ടാമെന്നാണ്. അപ്പം ഇതുവരെയും ചെയ്യാത്ത പുറത്ത് കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി, കണ്ടവർക്കും തോന്നി. അപ്പോൾ അതാണ് പുതുമയെന്ന് പറയാനുള്ളത്. ബാക്കി മറ്റന്നാൾ റിലീസാകാൻ പോകുന്നൊരു പടത്തെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. താങ്ക് യു. എൻ്റെ പേര് സജിൻ എന്നാണ്. ഞാനിതിലൊരു അമ്പാൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊരു മറ്റന്നാൾ പടം കണ്ടിട്ട് സംസാരിക്കും. ഞാൻ നീരജ രാജേന്ദ്രൻ. ഈ ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ഇതിൽ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ ചെയ്യണം. നമസ്കാരം, എൻ്റെ പേര് മിഥുൻ ജയശങ്കർ എന്നാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ബിബി എന്നാണ്. പിന്നെ ആവേശം ഞങ്ങൾ മൂന്ന് പേർക്കും ഒരിക്കലും 1% പോലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു അനുഭവമാണ്. ബാക്കിയെല്ലാം പടത്തിൻ്റെ റിസൾട്ട് വന്നിട്ട് സംസാരിക്കാമെന്നാണ് തോന്നുന്നു. എൻ്റെ ക്യാരക്ടറുടെ പേര് സുഷിൻ ഷാ. ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സാണ് ഇതിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി. കുറേ പാട്ടുകളുണ്ട്. പടം ഇറങ്ങുന്നു, എല്ലാവരും കാണണം. താങ്ക് യു. April 11th ആവേശം മീറ്റിംഗ് തിയേറ്റേഴ്സ്. സോ ഈ ആവേശം ടീമിൽ ലെറ്റ്സ് ഗിവ് them a big round of applause. നമ്മൾ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. then we will start with the Q&A suppose. Right, give them a big round of applause everyone. Team ആവേശം, you can open up your Q&A now. ആദ്യ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ രോമാഞ്ചം പോലെ ഇതും റിയൽ ലൈഫ് ഇൻസിഡന്റ് രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇല്ല, രോമാഞ്ചം സിനിമയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അല്ല, അതങ്ങനെയല്ല. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. അപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള, മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറുകൊണ്ട് യാതൊരു ബന്ധവുമില്ല ഇതിന്. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ. അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ, അതായത് ഫുൾ ക്രൗഡോട് കൂടി ഇരുന്ന് കാണേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പം നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ്. ഉറക്കെ ചിരിച്ചും ഉറക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. രോമാഞ്ചവും അങ്ങനെയായിരുന്നു.
അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിന് മുകളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്.